ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാനിവിടെ എയിംസ് നടക്കുള്ള ഫൈനൽ ഇയർ സ്റ്റുഡന്റ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഇൻ പീരിയോഡിസിറ്റി പ്രോപ്പർട്ടീസ് ആ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 25ാമത്തെ ക്വസ്റ്റ്യൻ വരെ പറഞ്ഞിരുന്നു. ഇത് 26ാമത്തെ ക്വസ്റ്റ്യൻസ്. What are the major differences between metals and non-metals? മെറ്റൽസും നോൺ മെറ്റൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കും. എന്തൊക്കെ പറയാം? ആദ്യം തന്നെ മെജോറിറ്റി ഓഫ് മെറ്റൽസ് നമ്മൾ കാണുമ്പോൾ എങ്ങനെയായിരിക്കും? മെജോറിറ്റി സോളിഡ്സ് ആണ്. റൂം ടെമ്പറേച്ചറിൽ എക്സെപ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഏത്? മെർക്കുറി ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ഗാലിയം അതും നമ്മള് 30 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എന്താണ് ആ ടെമ്പറേച്ചറിലൊക്കെ ലിക്വിഡ് ആയിട്ടിരിക്കുന്നത്. ഈ നോൺ മെറ്റൽസ് റൂം ടെമ്പറേച്ചറിൽ എല്ലാ സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മെറ്റൽസ് എന്താണ്? ഇവര് ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. അപ്പൊ അവര് ഹാർഡ് ആയിട്ടുള്ള എക്സെപ്ഷൻ ഉള്ളത് സോഡിയം, അതെന്താണ് ഒരു സോഫ്റ്റ് മെറ്റൽ. നോൺ മെറ്റൽസ് പറയുമ്പോൾ അവരും മെജോറിറ്റി എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. അടുത്ത എക്സെപ്ഷൻസ് കുറച്ച് വരുന്നുണ്ട്. ആരൊക്കെ? നമ്മുടെ ഡയമണ്ട് എന്നൊക്കെ പറയുന്നത് ഹാർഡ് സബ്സ്റ്റൻസ് ആണ്. അടുത്ത് ഡയമണ്ട് കാർബണിന്റെ അലോട്രോപ്പ് ആണ്, പക്ഷെ അത് ഭയങ്കര ഹാർഡാണ്. പിന്നെ ജനറൽ പ്രോപ്പർട്ടി പറയാം. മെറ്റൽസിന്റെ ജനറൽ പ്രോപ്പർട്ടി എന്തൊക്കെയാണ്? മെലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, മെലിയബിൾ ആണ്, ഡക്റ്റൈലുണ്ട്. ഇവിടെ ആ പ്രോപ്പർട്ടി ഒന്നും ഇല്ല. പിന്നെ കണ്ടക്ടിങ് ആണ്, ഇലക്ട്രിസിറ്റി. പിന്നെ ഇവിടെ ഹൈ ഡെൻസിറ്റി ആണ് മെറ്റൽസ്. നോൺ മെറ്റൽസ് ലോ ഡെൻസിറ്റി ആണ്. മെറ്റൽസ് കൂടുതൽ എന്താണ്? അവർ ഇലക്ട്രോ പോസിറ്റീവ് ആണ്, ഇലക്ട്രോണെ വിട്ടു കൊടുക്കുന്ന ആൾക്കാർ. അവർ കൂടുതലും ഇലക്ട്രോ പോസിറ്റീവ് ആണ്. നോൺ മെറ്റൽസ് ഇലക്ട്രോ നെഗറ്റീവ് ആണ് ജനറലി. ഇത്രയൊക്കെ നമുക്ക് ഡിഫറൻസ് പറയാനുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 27ാമത്തെ ക്വസ്റ്റ്യൻ. ഈസ് ദി പീരിയോഡിക് ടേബിൾ ടു ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇപ്പം കുറെ സബ്സ്റ്റൻസ് ഉണ്ട്. ഐഡന്റിഫൈ എലിമെന്റ് വിത്ത് 5 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ സബ്ഷെൽ. ഔട്ടർ സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് 27th ക്വസ്റ്റ്യൻ. ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺസ്. ജനറൽ കോൺഫിഗറേഷൻ പി സെക്ഷൻ വരുന്ന ഏതാ? ഈ കോൺഫിഗറേഷൻ വരുന്ന ആർക്കാണ്? ഹാലജൻസിൽ എങ്കിലും ഗ്രൂപ്പ് 17 എലമെന്റ്സിൽ ഈ കോൺഫിഗറേഷൻ ഉള്ളത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇതൊക്കെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, നമുക്ക് പറയാം. ഇതിനെല്ലാം എന്താണ്? ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഓക്കെ, അടുത്ത അതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ an element that would tend to lose 2 electrons. 2 ഇലക്ട്രോൺസിനെ കൊടുക്കാൻ സാധ്യതയുള്ള എലമെന്റ്സ്. ലൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് കൂടുതൽ മെറ്റൽസ് ആയിരിക്കും. പിന്നെ 2 എണ്ണം ഉള്ളതുകൊണ്ട് നമ്മുടെ മെറ്റൽസിൽ 2 ഇലക്ട്രോൺ കൊടുത്ത് അയൺ ഫോം ചെയ്യുന്ന ആൾക്കാരാണ് ഗ്രൂപ്പ് 2 മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കൈൻ എർത്ത് മെറ്റൽസ്. ഗ്രൂപ്പ് 2 എലമെന്റ്സ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. 2 ഇലക്ട്രോൺ കൊടുത്താണ് അവർ പ്ലസ് 2 ഓക്സിഡൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആരൊക്കെ എഴുതാം? ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം ഒക്കെ പറയാം. ഇവരെല്ലാം 2 ഇലക്ട്രോൺ കൊടുത്ത് ആണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്തത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ an element that would tend to gain 2 electrons. ഇപ്പൊ 2 ഇലക്ട്രോൺസ് വാങ്ങാൻ സാധ്യതയുള്ള ആളാരാണ് ചോദിച്ചത്. ഇപ്പൊ ഗെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ കൂടുതൽ ഇപ്പൊ എന്തായിരിക്കും? നോൺ മെറ്റാലിക് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അത് നോൺ മെറ്റാലിക് ആയതുകൊണ്ട് നമുക്ക് പീരിയോഡ് ടേബിൾ റൈറ്റ് സൈഡിലാണ് പറയാം. അപ്പം 2 ഇലക്ട്രോൺ വാങ്ങിയാൽ സ്റ്റേബിൾ കോൺഫിഗറേഷൻ കിട്ടുന്ന എലമെന്റ്സ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 16 ഗ്രൂപ്പ് എലമെന്റ്സ് നമ്മുടെ ഓക്സിജൻ ഫാമിലി, അവർക്ക് എല്ലാവർക്കും എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NH2 NP4 ആണ്. 2 ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള NH2 NP6 ആവും. ആ 2 ഇലക്ട്രോൺ വാങ്ങുന്ന ആൾക്കാർ ഇവരാണ്. അതിനകത്ത് എക്സാമ്പിൾസ് ആരൊക്കെയാണ്? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ഇതെല്ലാം 16 ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. ഇവരുടെ വേറെ പേരാണ് ചാൽക്കോജൻസ്. ആ ഗ്രൂപ്പിലെ എലിമെന്റ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം.
അടുത്ത ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി ഗ്രൂപ്പ് ഹാവിംഗ് മെറ്റൽ, നോൺ മെറ്റൽ, ലിക്വിഡ് ആസ് വെൽ ആസ് ഗ്യാസ് അറ്റ് ദി റൂം ടെമ്പറേച്ചർ. ഒരേ ഗ്രൂപ്പിൽ മെറ്റലും നോൺ മെറ്റലും അതിനകത്തുള്ള എലിമെന്റ്സ് ലിക്വിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 17. വീണ്ടും ഹാലജൻസിലാണ് ഇത് വരുന്നത്. ആരൊക്കെ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, സ്റ്റാറ്റിൻ. പിന്നെ അതൊരു ടെന്നസിനുണ്ട്. ടെന്നസിൻ എന്ന് പറയുന്നത് മാൻമേഡാണ്, മെറ്റലാണ്. ബാക്കി എല്ലാവരും നോൺ മെറ്റൽസ്. പിന്നെ ഫ്ലൂറിൻ എന്ന് പറയുന്നത് യെല്ലോ ഗ്യാസ് ആണ്. യെല്ലോ ഗ്രീൻ ഗ്യാസ് ആണ് ഫ്ലോറിൻ. ബ്രോമിൻ എന്ന് പറയുന്നത് റെഡ് ബ്രൗൺ ലിക്വിഡ് ആണ്. അയഡിൻ പെർഫ്യൂം ബ്ലാക്ക് സോൾഡ്. ഈ ഗ്രൂപ്പിൽ ഇവരെല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 17 ആണ്. മെറ്റൽ ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, പിന്നെ ലിക്വിഡ് ഗ്യാസ് എല്ലാം ഉണ്ട് റൂം ടെമ്പറേച്ചർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 28th ക്വസ്റ്റ്യൻ. The increasing order of reactivity among group 1 elements is lithium, sodium, potassium, rubidium, cesium. ഇങ്ങോട്ട് ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും റിയാക്ടിവിറ്റിയുടെ ഓർഡർ കൂടി വരുന്നത് കാണിക്കും. വേറസ് ദാറ്റ് among the group 17 elements, അവിടെ ഗ്രൂപ്പിൽ മേളിയും താഴോട്ട് വരുമ്പോൾ റിയാക്ടിവിറ്റി കുറയുന്നു. അപ്പൊ അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഒരു എലമെന്റ് നമ്മൾ റിയാക്റ്റീവ് ആണെന്ന് എപ്പോഴാണ് പറയുന്നത്? ഒന്നുകിൽ ഒരു റെഡിലി ഇലക്ട്രോണെ കളയാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് കൊടുക്കുന്ന വാങ്ങുന്ന ആൾക്കാരും അതിനാണ് നമ്മൾ ഹൈലി റിയാക്റ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് 1 നോക്കുകയാണെങ്കിൽ അവരാണ് ഇവിടെ ടേബിളിലെ മോസ്റ്റ് മെറ്റാലിക് അല്ലെങ്കിൽ മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ ഉള്ള ആൾക്കാർ. അതായത് അവര് റെഡിലി ഇലക്ട്രോണിനെ കൊടുത്ത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആരൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, കാൽഷ്യം. ഇതൊക്കെയാണ് ഗ്രൂപ്പ് 1 എലമെന്റ്സ്. അപ്പൊ നമുക്കറിയാം ഗ്രൂപ്പില് മേലും താഴോട്ട് പോകുമ്പോൾ അയനൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ എന്താണ്? അയനൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ കുറഞ്ഞു വരുവാണ് അല്ലേ? അവര് പെട്ടെന്ന് ഗ്രൂപ്പിന് താഴോട്ട് വരുമ്പോൾ എന്താ, പെട്ടെന്ന് ഇലക്ട്രോൺ കൊടുക്കാനുള്ള ടെൻഡൻസി കൂടി വരും. ഇപ്പൊ ഗ്രൂപ്പ് 1 എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ താഴെയുള്ളവർക്കായിരിക്കും ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ അതേസമയം നമ്മൾ ഗ്രൂപ്പ് 17 വരുവാണെങ്കിൽ, ഹാലജൻസിലോട്ട് വരുവാണെങ്കിൽ ഇവരാണ് ദ മോസ്റ്റ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത്. എന്താണ്, അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി മാക്സിമം വരുന്ന ഗ്രൂപ്പ് ഇവിടെയാണ്. നോൺ മെറ്റൽസിന്റെ റിയാക്ടിവിറ്റിയോട് നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, ആരാണ് ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോണെ വാങ്ങാൻ കഴിവുള്ള ആൾ, അയാളായിരിക്കും ഏറ്റവും റിയാക്റ്റീവ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ ആൽജിൻസ് നമ്മൾ പറയുമ്പോൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ അറിയാം. ഗ്രൂപ്പിൽ മേലിയും താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുവാണ്. ഇലക്ട്രോൺ വാങ്ങാനുള്ള ടെൻഡൻസി താഴോട്ട് കുറയുവാണ്. മാത്രമല്ല ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അതും താഴോട്ട് കുറയുവാണ്. നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ അതും താഴോട്ട് കുറയണം. ഇത് രണ്ടും താഴോട്ട് കുറയുന്നതുകൊണ്ട് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഇതിനകത്ത് ഏതായിരിക്കും? ഫ്ലൂറിൻ ആയിരിക്കും. എന്നുവെച്ചാൽ ഗ്രൂപ്പിൽ മേലുള്ള എലമെന്റ് ആയിരിക്കും ഏറ്റവും റിയാക്ടിവിറ്റി. അപ്പൊ അവരുടെ മെറ്റൽസിന്റെ നോൺ മെറ്റൽസിന്റെ ക്യാരക്ടർ വെച്ചാണ് അവിടെ റിയാക്ടിവിറ്റി പറയുന്നത്. ഇപ്പൊ ഗ്രൂപ്പ് 1 ഏറ്റവും താഴെയുള്ള ഏറ്റവും റിയാക്ടിവിറ്റി, ഗ്രൂപ്പ് 17 നോൺ മെറ്റൽ ആയതുകൊണ്ട് ഏറ്റവും ഗ്രൂപ്പിൽ മേലുള്ള ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 29th question. Write the general outer electronic configuration of S, P, D and F block elements. ഓരോ ബ്ലോക്കിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പൊ അത് ആദ്യം എസ് ബ്ലോക്കിന്റെ ആണെങ്കിൽ ഔട്ടർ ഇലക്ട്രോൺസ് എസ് ബ്ലോക്കിലാണ്, എസ് ഓർബിറ്റിലാണ് കയറുന്നത്. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS1 to 2 ആണ്. അപ്പം NS1 ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പും NS2 ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പും. എസ് ബ്ലോക്കിൽ ഇതാണ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, NS1 to 2. അടുത്ത പി ബ്ലോക്ക് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺസ്
പി ഷെല്ലാണ് കയറാം, പി സബ് ഷെല്ല്. അവിടുത്തെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ NS2 NP1 to 6. അപ്പൊ പിയിൽ 6 ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ പി ബ്ലോക്കിൽ 6 ഗ്രൂപ്പ്സ് ഉണ്ട്. 13 തൊട്ട് 18 വരെ 6 ഗ്രൂപ്പുകളുണ്ട്. അപ്പം ഇത് പിയിൽ 6 ഇലക്ട്രോൺ കയറാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് അവിടെ 6 ഗ്രൂപ്പ് വന്നത്. ലാസ്റ്റ് ഇലക്ട്രോൺസ് പിയിൽ കയറുന്നുണ്ട്, അത് പി ബ്ലോക്ക് എലമെന്റ്സ്. അടുത്ത ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇതിന് ഞാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചാൽ N-1D 1 to 10 NS0 to 2. അപ്പം ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആണ് അവിടെ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്നത്. പക്ഷേ ഇനി ഇവിടെ എന്നിന്റെ വാല്യൂ 4 to 7 ആണ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ തേർഡ് പീരീഡ് തൊട്ടേ ഉള്ളൂ. 3D തൊട്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എന്നിന്റെ വാല്യൂ 4 തൊട്ടേ ഉള്ളൂ. കാരണം ഇവിടെ N-1D ആണുള്ളത്. N is equal to 4 to 7 ആണ് ആലോചിക്കുക. അടുത്ത നമ്മൾ ഫോർത്ത് പറയാനുള്ളത് എഫ് ബ്ലോക്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ എഫ് ഓർബിറ്റൽസ് ആയിരിക്കും ഫിൽഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ N-2 F0 to 14, N-1D 0 to 10, NS2. ഈ ഡി തന്നെ ഡിയുടെ ജനറൽ കോൺഫിഗറേഷൻ അതിന്റെ കൂടെ തന്നെ N-2 F0 to 14 കയറുന്നു. ഇത് വന്നാൽ എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇവിടെ എന്നിന്റെ വാല്യൂ നമുക്ക് 6 to 7 ഇടാം. കാരണം 6th പീരീഡിലും 7th പീരീഡിലും ആണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. തേർഡ് ഗ്രൂപ്പിലാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് വരുന്നത്. തേർഡ് ഗ്രൂപ്പിന്റെ പാർട്ടായിട്ട് വരുന്ന എഫ് ബ്ലോക്സ് വരേണ്ടത് നമ്മൾ സെപ്പറേറ്റ് ആക്കി പീരിയഡ് ടേബിളിന്റെ അവസാനം എഴുതിയിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഓരോ ബ്ലോക്കിന്റെയും ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Assign the position of the element having outer electronic configuration NS2 NP4 or N equal to 3. അതാണ് ഇപ്പോൾ ഈ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന എലമെന്റ് പീരിയഡ് ടേബിൾ എവിടെയാണ് വരുന്നതെന്നാണ് ചോദ്യം. അത് നമുക്ക് തന്നേക്കുന്നത് NS2 NP4 തന്നിരിക്കുന്നു. എന്നിട്ട് എന്നിന്റെ വാല്യൂ നമുക്ക് 3 തന്നിരിക്കുന്നു. എന്നുവെച്ചാൽ ഇതിന്റെ കോൺഫിഗറേഷൻ എന്താ? ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s2 3p4 ആണ്. ഇത് 3pയിലാണ് അവസാനം ഇലക്ട്രോൺ കയറിക്കുന്നത്. അപ്പൊ പി ബ്ലോക്ക് ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, പിന്നെ എന്നിന്റെ വാല്യൂ 3 തന്നേക്കുന്നു. അപ്പം പീരിയഡ് 3. പിന്നെ ഔട്ടർ ഇലക്ട്രോൺസിന്റെ എത്ര വാലൻസ് ഇലക്ട്രോൺസ് എത്രയുണ്ട്? വാലൻസ് ഇലക്ട്രോൺസ് നമുക്ക് S+P ആണ്. 2+4 എത്ര? 6 ആണ്. 6 വരുന്ന ഗ്രൂപ്പ് ഏതാ? ഗ്രൂപ്പ് 16 ആണ്. ഓക്സിജൻ ഫാമിലിയാണ്. ഓക്സിജൻ ഫാമിലിയിൽ തേർഡ് പീരീഡിൽ വരുന്ന എലമെന്റ് ഏതാണോ അതാണ് നമ്മുടെ ആൻസർ. തേർഡ് പീരീഡിൽ പാറ വരുന്നത് 3s2 3p4 കോൺഫിഗറേഷൻ ഉള്ളത് ഇവിടെ സൾഫർ ആറ്റം. ഗ്രൂപ്പ് 16 പീരീഡ് 3 ഇത് സൾഫർ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഏതാണ്? N-1 D2 NS2. എന്നിന്റെ വാല്യൂ 4 ആണ്. എന്നുവെച്ചാൽ 3d2 4s2. പിന്നെ ഡി ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് ഇതിന്റെ ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ് മനസ്സിലായി. പിന്നെ എന്നിന്റെ വാല്യൂ 4 എന്ന് തന്നിട്ടുണ്ട്. എന്നിന്റെ വാല്യൂ 4 ആയതുകൊണ്ട് ഇത് എന്തായാലും 4th പീരീഡിലുള്ള എലമെന്റ് ആണ്. ഈ ഗ്രൂപ്പ് നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഡി ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ട് നമ്പർ ഓഫ് എസ് ഇലക്ട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് ചെയ്താൽ മതി. ഇവിടെ 2+2 എന്തായിരിക്കും? 4th ഗ്രൂപ്പ് ആണ്. 4th ഗ്രൂപ്പ് ആണ്, 4th പീരീഡ് ആണ്, ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ആൻസർ എന്ന് പറയുന്നത് ടൈറ്റാനിയം ആണ്. നമ്പർ 22. ഓക്കെ, അടുത്ത തേർഡ് സബ് ക്വസ്റ്റ്യൻ ഇതാ നോക്കാം. N-2 F7 N-1 D1 NS2 ആണ് തന്നേക്കുന്നത്. എന്നിന്റെ വാല്യൂ 6 ആണ്. നോക്കുമ്പോൾ ഇവിടെ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് എഫ് ഓർബിറ്റിലാണ്. N is equal to 6 ആയതുകൊണ്ട് അതായത് 6th പീരീഡിലുള്ളതാണ്. ഇൻകംപ്ലീറ്റ് എഫ് ആയതുകൊണ്ട് ഇത് എഫ് ബ്ലോക്കിലുള്ളതാണ്. എഫ് ബ്ലോക്കിലുള്ള എലമെന്റ് നമുക്ക് മനസ്സിലായി 6th പീരീഡ് ആണ്. അപ്പൊ എന്തായി? 6th പീരീഡ് ആണ് എഫ് ബ്ലോക്ക് ആയത്. നാന്തനായിട്ടാണ് നമുക്ക് മനസ്സിലായി. നാന്തനായിപ്പോ എന്തായത്? ഗ്രൂപ്പ് എത്രയായി? ഗ്രൂപ്പ് നമ്പർ 3 ആയി. തേർഡ് ഗ്രൂപ്പിൽ 6th പീരീഡിലുള്ള ആളാണ്. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ തന്നേക്കുന്നത് 4f7 5d1 6s2.
പിന്നെ ജനറൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്തായിരിക്കും? സെനോൺ ശേഷം വരുന്ന ഒരു എലമെന്റ്. സെനോൺ നമുക്കറിയാം അറ്റോമിക് നമ്പർ 54 ആണ്. അതിന്റെ കൂടെ 8 into 10 ഇലക്ട്രോൺസ്. അറ്റോമിക് നമ്പർ 64 ആണ് നമുക്ക് വേണ്ട എലമെന്റ്. ഏതാണ് എലമെന്റ്? ഗാഡലിൻ. ഓക്കെ, പിന്നെ 30ാമത്തെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ 31ാമത്തെ ക്വസ്റ്റ്യൻ. The first ionization and second ionization enthalpy in kilojoule per mole and electron gain enthalpy of a few elements are given below. ഇവിടെ കുറച്ച് എലമെന്റ്സിന്റെ ഫസ്റ്റ് ionization enthalpy തന്നിട്ടുണ്ട്, സെക്കൻഡ് ionization enthalpy തന്നിട്ടുണ്ട്, ഇലക്ട്രോൺ ഗെയിൻ enthalpy തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. Which of the above elements is likely to be the least reactive element? ഇതിനകത്ത് ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞ എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ റിയാക്റ്റീവ് എലമെന്റ് അല്ല എന്ന് പറയുമ്പോൾ റിയാക്റ്റീവ് ആയിരിക്കണമെങ്കിൽ എന്തായിരിക്കണം? ഒന്നെങ്കിൽ അയാൾ പെട്ടെന്ന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇലക്ട്രോൺ വാങ്ങുന്ന ആളായിരിക്കും. പെട്ടെന്ന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അയനൈസേഷൻ എന്തൽപി കുറവായിരിക്കും. വാങ്ങാൻ ശേഷിയുള്ള ആളെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി കൂടുതൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അത് രണ്ടും ഇല്ലാത്ത ആൾ എന്ന് വെച്ചാൽ ഹൈ അയനൈസേഷൻ എന്തൽപിയും ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ ഒറ്റ എലമെന്റ് ആണ് കാണാൻ പറ്റുന്നത്. ഫിഫ്ത്ത് എലമെന്റ് ഏതാ? ഫസ്റ്റ് അയനൈസേഷൻ എന്തൽപിയും ഇതിനകത്ത് ഏറ്റവും മാക്സിമം ആണ്. സെക്കൻഡ് അയനൈസേഷൻ എന്തൽപിനകത്ത് ഏറ്റവും കൂടുതലാണ്. ഇലക്ട്രോൺ ഗെയിൻ എന്തൽപിയും പോസിറ്റീവ് വാല്യൂ ആണ്. ഇതിനകത്ത് ഏറ്റവും റിയാക്ടിവിറ്റി കുറവുള്ള ആളായിരിക്കും. അത് എലമെന്റ് 5 ആണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ. റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആണ് ചോദിക്കുന്നത്. മെറ്റലിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ അയനൈസേഷൻ എന്തൽപി കുറവായിരിക്കും. ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്ന് വെച്ചാൽ ഏറ്റവും കുറവ് അയനൈസേഷൻ എന്തൽപി ഉള്ള ആൾ. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ എലമെന്റ് 2-ലാണ് ഫസ്റ്റ് അയനൈസേഷൻ എന്തൽപി ഏറ്റവും കുറവുള്ളത്, 490. അതിന്റെ ആൻസർ എലമെന്റ് 2 വരും. ഓക്കെ, അടുത്ത മോസ്റ്റ് റിയാക്റ്റീവ് നോൺ മെറ്റൽ. നോൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവർക്ക് ഇലക്ട്രോൺ വാങ്ങാനുള്ള ടെൻഡൻസി ആണ് കൂടുതൽ. അപ്പൊ അവർക്ക് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപിയുടെ നെഗറ്റീവ് വാല്യൂ ഹൈ ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും മാക്സിമം ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി നെഗറ്റീവ് വാല്യൂ ഉള്ളത് നമ്മുടെ എലമെന്റ് 3-ക്കാണ്, -328. ഇത് ഏറ്റവും കൂടുതൽ അയാൾക്കാണ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് എലമെന്റ് 3 വരും. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ലീസ്റ്റ് റിയാക്റ്റീവ് നോൺ മെറ്റൽ. നോൺ മെറ്റൽ ആണ് പക്ഷെ ലീസ്റ്റ് റിയാക്റ്റീവ്. നോൺ മെറ്റൽസ് ജനറലി ഇലക്ട്രോൺ ഗെയിൻ എന്തൽപിയുടെ വാല്യൂ നെഗറ്റീവ് ആണ് വരേണ്ടത്. ലീസ്റ്റ് റിയാക്റ്റീവ് എന്ന് വെച്ചാൽ ആ നെഗറ്റീവ് വാല്യൂ 0യുടെ അടുത്തായിരിക്കും നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മാത്രമല്ല, നോൺ മെറ്റൽ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവർക്ക് അയനൈസേഷൻ എന്തൽപിയുടെ വാല്യൂ അത്രയും ഹൈ ആയിരിക്കും. ഇപ്പോൾ ഹൈ അയനൈസേഷൻ എന്തൽപി ആവണം, ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി നെഗറ്റീവ് വാല്യൂ വളരെ ചെറുതാവണം, അല്ലെങ്കിൽ പോസിറ്റീവ് ആവണം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ എലമെന്റ് 5 ആണ് ആ ക്രൈറ്റീരിയ എല്ലാം. അയനൈസേഷൻ എന്തൽപി ഉണ്ട്, ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി പോസിറ്റീവ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ആൻസർ നമുക്ക് എലമെന്റ് 5 ഉണ്ട്. ഒരു ഡൗട്ട് തോന്നാവുന്നതാണ്, എന്തുകൊണ്ട് നമുക്ക് -48 ഉള്ള ഇത് എടുത്തുകൂടാ, അല്ലെങ്കിൽ -40 ഉള്ള എലമെന്റ് 6 എടുത്തുകൂടാ, -60 ഉള്ള എലമെന്റ് 1 എടുത്തുകൂടാ? ഇതൊക്കെ നോക്കുവാണെങ്കിൽ ഇവർക്ക് അയനൈസേഷൻ എന്തൽപി എന്താണ് വളരെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്. അയനൈസേഷൻ എന്തൽപി വാല്യൂ കുറവെന്നുള്ളത് പറയുന്നത് എന്താണ്? ഇത് മെറ്റൽസിന്റെ പ്രോപ്പർട്ടി ആണ്. ഇത് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് വേണ്ടതാണ് ലീസ്റ്റ് റിയാക്റ്റീവ് നോൺ മെറ്റൽ ആണ് വേണ്ടത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊന്നും എഴുതാൻ പറ്റില്ല. ഇതാണ് ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്നത്. ആൻഡ് അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യൻ, ദ മെറ്റൽ വിച്ച് ക്യാൻ ഫോം എ സ്റ്റേബിൾ ബൈനറി ഹാലൈഡ്. മെറ്റൽ ആണ്, ബൈനറി ഹാലൈഡ് ആണ് വേണ്ടത്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. മെറ്റൽ ആണ് വേണ്ടത്. ബൈനറി ഹാലൈഡ് ഫോം ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. MX2 ഫോർമുലുള്ള ബൈനറി ഹാലൈഡ്. നമുക്ക് മെറ്റൽ ആയതുകൊണ്ട് അയനൈസേഷൻ എന്തൽപി കുറവായിരിക്കണം. ബൈനറി ഹാലൈഡ് ആയതുകൊണ്ട് സെക്കൻഡ് അയനൈസേഷൻ എന്തൽപി ഏറ്റവും കുറവുള്ള ആളായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അയനൈസേഷൻ എന്തൽപിയും സെക്കൻഡ് അയനൈസേഷൻ എന്തൽപി ഏറ്റവും കുറവുള്ള നോക്കുകയാണെങ്കിൽ നമ്മുടെ എലമെന്റ് 4 അല്ല, ഏറ്റവും കുറഞ്ഞ അയനൈസേഷൻ സെക്കൻഡ് അയനൈസേഷൻ നമ്മുടെ എലമെന്റ് 6 1 4 5 ഉണ്ട്. അല്ല, ഫസ്റ്റ് അയനൈസേഷൻ എന്തൽപിയും കുറവാണ്, സെക്കൻഡ് അയനൈസേഷൻ എന്തൽപി കുറവാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എലമെന്റ് 6-നാണ് ഏറ്റവും പെട്ടെന്ന് 2 ഇലക്ട്രോണെ കൊടുത്ത് MX2 ഫോർമുല ഹാലൈഡ് ഫോം ചെയ്യാൻ എളുപ്പം. ഓക്കെ, ആറാമത്തെ സബ് ക്വസ്റ്റ്യൻ, ദ മെറ്റൽ which can form predominantly stable covalent halide, the formula MX. അപ്പോൾ മെറ്റൽ ആണ് വേണ്ടത്, കോവാലന്റ് ഹാലൈഡ് MX. അപ്പം യൂണിവാലന്റ് മെറ്റൽ ഹാലൈഡ് ആണ് ഫോം ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ആർക്കാണ് ചോദിച്ചത്. അപ്പൊ ഫസ്റ്റ് അയനൈസേഷൻ എന്തൽപി
കുറവുള്ള ആളായിരിക്കണം. മാത്രമല്ല സെക്കൻഡ് പെട്ടെന്ന് പോകാനും പാടില്ല. കാരണം നമുക്ക് കൊവാലന്റ് ബോണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം മെറ്റൽ സാധാരണ അയണിക് ബോണ്ട് മെറ്റാലിക് ബോണ്ടുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണെ കളഞ്ഞ് അയോൺസ് ഫോം ചെയ്ത് അങ്ങനെയാണ് ഹാലജൻസ് ആയിട്ട് അയോണിക് ബോണ്ടാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം. പക്ഷെ ഇവിടെ നമുക്ക് എന്താ അവർക്ക് വേണ്ടത് ഫസ്റ്റ് അയണൈസേഷൻ ചിലപ്പോൾ കുറവായിരിക്കണം. മാത്രമല്ല സെക്കൻഡ് അയണൈസേഷൻ ചിലപ്പോൾ അത്രയും വലുതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ബോണ്ടിന്റെ കൊവാലന്റ് ക്യാരക്ടർ കൂടുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ എലമെന്റ് 1ന്റെ അത്രയും വലിയ വാല്യൂ ആണ്. അപ്പൊ ഇതിൽ ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണ് പ്രിഫർ ചെയ്യുക. അപ്പൊ അത് നോക്കുമ്പോൾ നമ്മുടെ എലമെന്റ് 1 ആണ് 6ാമത്തെ സബ് ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, അത്രയുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 32. Predict the formulas of the stable binary compounds that will be formed by the combination of the following pair of atoms. നമുക്കിവിടെ കുറെ പേർസ് ഓഫ് ആറ്റംസ് തന്നിട്ടുണ്ട്. അവർ തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ടുണ്ടാകുന്ന കോമ്പൗണ്ട്സിന്റെ ഫോർമുല പ്രെഡിക്റ്റ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 32nd ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് തന്നിരിക്കുന്നത് ലിഥിയവും ഓക്സിജനുമാണ്. ലിഥിയം നമുക്കറിയാം വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? വാലൻസി ഗ്രൂപ്പ് 1 ആണ്. അതുകൊണ്ട് വാലൻസ് എന്താണ്? 1 ആണ് നമുക്കറിയാം. ഓക്സിജൻ ആണ് ഗ്രൂപ്പ് 16 ആണ്. ഇലക്ട്രോ നോൺ മെറ്റൽ ആണ്. അപ്പൊ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടർ ആണ് കൂടുതലുള്ളത്. അപ്പൊ വാലൻസി 2 ആണ്. അപ്പം ലിഥിയം ഓക്സിജനോട് കമ്പൈൻ ചെയ്താൽ അതിന്റെ വാലൻസ് ജസ്റ്റ് ക്രോസ് ചെയ്യാം. ഉണ്ടാകുന്ന ഓക്സൈഡ് ലിഥിയം ഓക്സൈഡിന്റെ ഫോർമുല Li2O ആയിരിക്കും. രണ്ടാമത്തെ എന്താണ്? മഗ്നീഷ്യവും നൈട്രജൻ. ഈ മഗ്നീഷ്യം അറിയാം നമുക്ക് NH2 കോൺഫിഗറേഷൻ ആണ് ഉള്ളത്. വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. നൈട്രജന് NP3 കോൺഫിഗറേഷൻ ആണ് ഉള്ളത്. വാലൻസ് ഇലക്ട്രോൺസ് 3 ഇലക്ട്രോൺസ് കൂടി കിട്ടിയാൽ അതിന് സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ വാലൻസി എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പൊ ഇത് തമ്മിലുള്ള കോമ്പൗണ്ടിന്റെ വാലൻസി ക്രോസ് ചെയ്യാം. Mg3 ഇതായിരിക്കും മഗ്നീഷ്യം നൈട്രൈഡിന്റെ ഫോർമുല. മൂന്നാമത്തത് അലൂമിനിയവും അയഡിനും. പറയാം അലൂമിനിയത്തിന്റെ ബാലൻസ് എന്താണ്? ഒന്നുകിൽ 1 അല്ലെങ്കിൽ 3. ഇതാണ് കോമൺ ബാലൻസ്. അയഡിന്റെ ബാലൻസ് എന്താണ്? 1 ആണ്. ഇത് തമ്മിലുണ്ടാകുന്ന കോമൺ എന്ന് പറയുന്നത് Li3 ആയിരിക്കും. അടുത്ത 4th സിലിക്കണും ഓക്സിജനും. സിലിക്കണിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്സിജൻ 2 ആണ്. ഇത് ക്രോസ് ചെയ്താൽ നമുക്ക് Si2 സിംപ്ലിഫൈ ചെയ്താൽ 2H ഡിവൈഡ് ആണെങ്കിൽ SiO2 ഇതായിരിക്കും ഉണ്ടാകുന്ന ഓക്സിജന്റെ ഫോർമുല. ഏതാണ്? ഫോസ്ഫറസും ക്ലോറിനും. ഫോസ്ഫറസിന്റെ ബാലൻസി 3 അല്ലെങ്കിൽ 5 ആണ്. ക്ലോറിൻ്റെത് 1. അപ്പൊ നമുക്ക് PF3 പോസിബിൾ ആണ്, PF5 പോസിബിൾ ആണ്. ഓക്കെ, പിന്നെ എലമെന്റ് 71 ആൻഡ് ഫ്ലൂറിൻ. അതാണ് അവസാനം തന്നിരിക്കുന്നത്. 71ഉം ഫ്ലൂറിൻ. നമ്പർ 71 എന്ന് പറയുന്നത് പൊട്ടീഷ്യം ആണ്. ഇതിന്റെ ബാലൻസി 3 ആണ്. ഫ്ലൂറിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 1 ആണ്. ഇതിന്റെ ഫോർമുല എന്തായിരിക്കും? F3. 33rd question. In the modern periodic table, the period value indicates the value of periodic table. ഏത് പീരീഡ് നമ്പർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം പീരീഡ് വാല്യൂ എന്താണ്? നമ്മുടെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്ന് വെച്ചാണ് നമ്മൾ ഏത് പീരീഡ് എന്ന് പറയാൻ നമുക്കറിയാം. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. അടുത്ത 34th question. Which of the following statements relate to the modern periodic table is incorrect? ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് തെറ്റാണെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു. The p block has 6 columns because a maximum of 6 electrons can occupy all the orbitals in a p shell. ഇപ്പൊ p ഷെല്ലിന്റെ p ബ്ലോക്കിലെ ജനറൽ കോൺഫിഗറേഷൻ NH2 NP1 to 6 ആണ് നമുക്കറിയാം. p ഓർബിറ്റിൽ 6 ഇലക്ട്രോൺസ് കയറാം. അതുകൊണ്ടാണ് 6 ഗ്രൂപ്പ് ഉള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? The d block has 8 columns.
because a maximum of 8 electrons can occupy all the orbitals in d subshell. നമുക്കറിയാം ഡി ഇവർ പറയുന്നതാണ് ഡി സബ്ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഡി ബ്ലോക്കിൽ 8 കോളംസ് അല്ലെങ്കിൽ 8 ഗ്രൂപ്പ് ഉള്ളതെന്നാണ് പറയുന്നത്. ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഡി ബ്ലോക്കിൽ 1 തൊട്ട് 10 ഇലക്ട്രോൺസ് വരെ കയറാനുള്ള പറ്റും. അതുകൊണ്ട് ഡി ബ്ലോക്കിൽ 10 ഗ്രൂപ്പുകളാണ് വരേണ്ടത്. അപ്പൊ അതിനർത്ഥം ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈച്ച് ബ്ലോക്ക് കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ഒക്യുപൈ ദാറ്റ് സബ്ഷെൽ. അതാണ് ഒരു സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കയറാൻ പറ്റുമോ അത് ഇത്രയും നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഒരു ബ്ലോക്കിൽ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഈ ബ്ലോക്കിൽ പിയിൽ 1 തൊട്ട് 6 ഇലക്ട്രോൺസ് കയറാൻ പറ്റുന്നുണ്ട്. ഇവിടെ 6 ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഡി ബ്ലോക്കിൽ 10 ഇലക്ട്രോൺസ് കയറാൻ പറ്റും. അതുകൊണ്ട് ഡി ബ്ലോക്കിൽ 10 ഗ്രൂപ്പുകൾ കാണണം. ശരിയായിട്ടുള്ള എസ് ഗ്രൂപ്പിലാണെങ്കിലോ എസ് ബ്ലോക്കിലാണെങ്കിൽ എസിൽ 2 ഇലക്ട്രോൺസ് കയറും. അതുകൊണ്ട് ഇവിടെ 2 ഗ്രൂപ്പുകളേ ഉള്ളൂ, ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ദ ബ്ലോക്ക് ഇൻഡിക്കേറ്റ്സ് വാല്യൂ ഓഫ് azimuthal quantum number for the last subshell that received electrons in building up the electronic configuration. ഇത് പറയുന്നത് ഏത് ബ്ലോക്ക് ആണെന്ന് എന്താണ് പറയുന്നത്? ഏത് ലാസ്റ്റ് ഇലക്ട്രോണിന്റെ അസിമുത്തൽ നമ്പർ ആണ് തന്നിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാല് അറിയാം എസ് ബ്ലോക്ക് ആണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺസ് എസ് സബ്ഷെല്ലിലാണ് കയറിയെന്ന് അറിയാം. അപ്പൊ അത് വെച്ച് നമുക്ക് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഏതാണെന്ന് പറയാൻ പറ്റും. അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Anything that influences the valence electrons will affect the chemistry of the element. Which one of the following factors does not affect the valence shell? ഇതിനകത്ത് എന്താണ് വാലൻസ് ഷെല്ലിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, വാലൻസ് ഇലക്ട്രോൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്തും ആ എലമെന്റിന്റെ കെമിസ്ട്രി അഫക്ട് ചെയ്യുന്നു പറയുന്നു. എന്നിട്ട് പറയുന്നത് ഇതിനകത്ത് ഏത് ഫാക്ടറാണ് വാലൻസ് ഷെല്ലിനെ അഫക്ട് ചെയ്യാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ ഫസ്റ്റ് വന്നേക്കുന്നത് വാലൻസ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. വാലൻസ് ഇലക്ട്രോണിന്റെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ കൂടുന്നതനുസരിച്ച് എന്താ അറിയാം, അറ്റോമിക് റേഡിയസ് കൂടുന്നുണ്ട്, അയനൈസേഷൻ എൻതാൽപ്പി കുറയുന്നുണ്ട്, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ കൂടുന്നത് എന്തായാലും എലമെന്റിന്റെ കെമിസ്ട്രി അഫക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ന്യൂക്ലിയർ ചാർജ് അഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു പീരീഡ് നമ്മൾ ലെഫ്റ്റ് റൈറ്റിലോട്ട് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് പറയാനുള്ള കാരണമൊക്കെ എന്താണ്, ഇലക്ട്രോൺസിന്റെ സെയിം ഷെല്ല് കയറുമ്പോഴും അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഒരു പീരീഡിൽ അക്രോസ് ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ടാണ് ഒരു പീരീഡിൽ ലെഫ്റ്റ് റൈറ്റിലോട്ട് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് ന്യൂക്ലിയർ ചാർജ് എലമെന്റിന്റെ കെമിസ്ട്രി അഫക്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് ന്യൂക്ലിയർ മാസ് ഒരു എലമെന്റ് വാലൻസ് ഇലക്ട്രോണിന്റെ കെമിസ്ട്രി അഫക്ട് ചെയ്യുന്നുണ്ടോ? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്ത് നമ്മുടെ ഐസോടോപ്സിന്റെ കാര്യം പറഞ്ഞു. നമ്മള് ആരൊക്കെ പറഞ്ഞത്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ഇതിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് ഹൈഡ്രജന്റെ 2 ഐസോടോപ്സ് ആണ്. രണ്ടിനും സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്, ഒരു പ്രോട്ടോൺ. പക്ഷെ ഇവിടെ പ്രോട്ടിയത്തിന് ന്യൂട്രോൺസ് ഇല്ല, ഇവിടെ ഒരു ന്യൂട്രോൺ ആണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇവരുടെ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. ഇവിടെ മാസ് നമ്പർ 1 ആണ്, ഇവിടെ മാസ് നമ്പർ 2 ആണ്. പക്ഷെ അപ്പോഴും ഇവരുടെ അയനൈസേഷൻ എൻതാൽപ്പി വാല്യൂസ് ഒക്കെ ഏകദേശം സെയിം ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രണ്ടിന്റെയും ന്യൂക്ലിയർ മാസിൽ വ്യത്യാസം വന്നു, പക്ഷെ അവരുടെ പ്രോപ്പർട്ടിയിൽ വ്യത്യാസം വന്നില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ന്യൂക്ലിയർ മാസ് ഇതിൽ വലിയ എഫക്ട് ചെയ്യുന്നില്ല വാലൻസ് ഇലക്ട്രോൺസിന്റെ കെമിസ്ട്രി. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആൻസർ എന്നുള്ളത്. നാലാമത് നോക്കുമ്പോൾ നമ്പർ ഓഫ് കോർ ഇലക്ട്രോൺസ്. പറയും നമ്പർ ഓഫ് കോർ ഇലക്ട്രോൺസ് കൂടുന്നതനുസരിച്ച് ഷീൽഡിങ് എഫക്ട് അതെല്ലാം കൂടും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോർ ഇലക്ട്രോൺസും ഇതിന്റെ കെമിസ്ട്രി എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഉണ്ട്, ഫിക്സ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 36th ക്വസ്റ്റ്യൻ. The size of isoelectronic species F minus Ne and Na plus is affected by. ഇപ്പം നമുക്ക് 3 ആറ്റംസ് ആൻഡ് ഐസോഇലക്ട്രോണിക് ഒന്നുണ്ട്, F മൈനസും Neയും Na പ്ലസ്. 3 പേർക്ക് എന്താ 10 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ആയത്. പിന്നെ ഇതിന്റെ സൈസിനെ അഫക്ട് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്ന് ന്യൂക്ലിയർ ചാർജ്. കാരണം ന്യൂക്ലിയർ ചാർജ് കൂടുന്നതനുസരിച്ച്
ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് കൂടുതൽ അടുത്ത് നിർത്തും, അറ്റോമിക് റേഡിയസ് കുറയും നമുക്കറിയാം. അപ്പൊ അതെന്തായാലും എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. രണ്ട്, വാലൻസ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ n, അത് ഇതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഏതാണെന്നുള്ളത് ഇതിനെ അഫക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ്. അത് പഠിച്ചില്ല. ഐസോഇലക്ട്രോണിക് സ്പീഷീസിൽ നമ്മൾ ആകെ പഠിച്ചിട്ടുള്ളത് എന്താണ്, ന്യൂക്ലിയർ ചാർജ് എത്രയെന്നുള്ളത് നമ്മൾ വിളിച്ചിട്ടുണ്ട്. ആനയോൺ ആയിരിക്കും സൈസ് കൂടുതൽ, പിന്നെ ന്യൂട്രൽ ആറ്റത്തിന്, പിന്നെ സ്കാറ്റോൺ ആയിരിക്കും ഏറ്റവും സൈസ് കുറവാണ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പഠിച്ചത്? കാരണം ന്യൂക്ലിയർ ചാർജ് കൂടുന്നതനുസരിച്ച് നാനോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഫും ന്യൂട്രൽ എഫും എഫ് മൈനസും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ടിനും ന്യൂക്ലിയർ ചാർജ് സെയിം ആണ്. പക്ഷെ എഫ് മൈനസിന് എഫിനേക്കാളും സൈസ് കൂടാനുള്ള കാരണം എന്താണ്? അവിടെ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വന്നപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു. ഇൻ ഷോർട്ട്, നമ്മൾ ഐസോഇലക്ട്രോണിക് സ്പീഷീസിന്റെ സൈസിന്റെ പ്രോപ്പർട്ടി പറയുമ്പോൾ, ഓർഡർ പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് അവിടെ പ്ലേയിൽ വരുന്നത് നമ്മുടെ ന്യൂക്ലിയസ് ഉള്ള ന്യൂക്ലിയർ ചാർജ് ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ കിട്ടുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അതായിരിക്കും അവിടെ പ്ലെയിൻ വരുന്നത്. അടുത്ത നമുക്ക് പറയാനുള്ളത് 37th question. Which of the following statements is incorrect in relation to the ionization enthalpy? Ionization enthalpy ബേസിസിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റാണെന്നാണ് ചോദിച്ചത്. Ionization enthalpy increases for each successive electron. ഓരോ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ പോവാൻ അതിലും കൂടുതൽ എനർജി വേണം പറയുന്നത്. ഇൻ ഷോർട്ട് പറയുന്നത് വെച്ചാൽ സെക്കൻഡ് അയനൈസേഷൻ എന്തൽപി ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് അയനൈസേഷൻ എന്തൽപി, ശരിയെങ്കിൽ തേർഡ് അയനൈസേഷൻ എന്തൽപി ഗ്രേറ്റർ ദാൻ സെക്കൻഡ് അയനൈസേഷൻ എന്തൽപി. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ശരിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതല്ല നമ്മുടെ ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. The greatest increase in ionization enthalpy is experienced on removal of electron from 4 noble. അപ്പം അയനൈസേഷൻ എന്തൽപിയുടെ ഹയസ്റ്റ് വാല്യൂ എപ്പോഴാണ് വരുന്നതാണ് പറയുന്നത്? സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിൽ നിന്ന് ഒരു ഇലക്ട്രോണെ കളയാൻ നോക്കുമ്പോഴാണ് ഹയസ്റ്റ് അയനൈസേഷൻ എന്തൽപി വരുന്നതാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള കാരണമാണ്. അതുകൊണ്ട് തന്നെയാണ് നോബിൾ ഗ്യാസസിന് റെസ്പെക്റ്റീവ് പീരീഡിൽ ഏറ്റവും കൂടുതൽ അയനൈസേഷൻ എന്തൽപി വരുന്നത്. കാരണം ഓൾറെഡി സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്, അവിടുന്ന് ഒരു ഇലക്ട്രോണെ കളയാൻ ഒരുപാട് എനർജി ആവശ്യമുണ്ട്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? എൻഡ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇസ് മാർക്ഡ് ബൈ എ ബിഗ് ജമ്പ് ഇൻ അയനൈസേഷൻ എന്തൽപി. ഇത് നമ്മൾ പറയുന്നത് വെച്ചാൽ എക്സാമ്പിൾ വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിഥിയം, അതിന്റെ കോൺഫിഗറേഷൻ എന്താ? 1s2 2s1 ആണ്. ഇത് നമുക്ക് നോക്കുവാണെങ്കിൽ സെക്കൻഡ് അയനൈസേഷൻ എന്തൽപി എന്ന് പറയുന്നത് ഫസ്റ്റ് അയനൈസേഷൻ എന്തൽപിയേക്കാൾ ഒരുപാട് വലുതാണ്. കാരണം എന്താ? ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇത് 1s2 കോൺഫിഗറേഷനിൽ എത്തി എന്ന് വെച്ചാൽ അവിടെ വാലൻസ് ഇലക്ട്രോൺസ് ഓൾറെഡി തീർന്നു കഴിഞ്ഞു. 2sലായിരുന്നു വാലൻസ് ഇലക്ട്രോൺ ഉണ്ടായിരുന്നത്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ അയനൈസേഷൻ എന്തൽപിയുടെ വാല്യൂ വളരെയായിട്ട് കൂടും. അപ്പൊ എൻഡ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് അയനൈസേഷൻ എന്തൽപി എപ്പോൾ വലുതായിട്ട് കൂടുന്നു അപ്പോഴാണ് വാലൻസ് ഇലക്ട്രോൺസ് തീർന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് നമുക്കിപ്പം പറയാനാണെങ്കിൽ മഗ്നീഷ്യം എടുത്ത് കാണാം. മഗ്നീഷ്യത്തിന്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് അയനൈസേഷൻ കഴിഞ്ഞു, സെക്കൻഡ് അയനൈസേഷൻ കഴിഞ്ഞു. സെക്കൻഡ് അയനൈസേഷൻ കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ എന്താവും? 1s2 2s2 2p6 ആയി ഇല്ലേ? ഇവിടെ ഇനി ഒരു ഇലക്ട്രോൺ കൂടെ കളയാൻ വേണ്ട എനർജി എന്താ? തേർഡ് അയനൈസേഷൻ എന്തൽപി. അത് സെക്കൻഡ് അയനൈസേഷൻ എന്തൽപിയേക്കാളും ഒരുപാട് വലുതായിരിക്കും. കാരണം അവിടെ വാലൻസ് ഇലക്ട്രോൺസ് ഓൾറെഡി തീർന്നു കഴിഞ്ഞു അല്ലെ? പിന്നെ ആ ഇലക്ട്രോൺ പോയിക്കാൻ ഒരുപാട് എനർജി വേണം. അപ്പം അയനൈസേഷൻ എന്തൽപിയുടെ വാല്യൂ പെട്ടെന്ന് കൂടുന്നു, ഒരുപാട് കൂടുന്നു. അതിനർത്ഥം എന്താ? അവിടുത്തെ വാലൻസ് ഇലക്ട്രോൺസ് തീർന്നു. ഇതാണ് കാണിക്കും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദി ഓർബിറ്റൽസ് ബെയറിംഗ് ലോവർ n വാല്യൂ ഈസ് ഈസിയർ ദാൻ ഫ്രം ഓർബിറ്റൽ ഹാവിംഗ് ഹയർ n വാല്യൂ. ഇത് പറയുന്നത് ലോവർ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനെ കളയാൻ ഹയർ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനെക്കാൾ എളുപ്പമാണെന്നാണ് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താ? ലോവർ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനോട് അടുത്തിരിക്കുന്ന ഇലക്ട്രോൺ ആണ്. അപ്പം അതിന് കിട്ടുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വളരെ കൂടുതലായിരിക്കും. മാത്രമല്ല ഔട്ടർ ഈ ഹയർ വാല്യൂ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ എന്താ? അകത്തുള്ള കോർ ഇലക്ട്രോൺസും ഷീൽഡിങ് എഫക്റ്റും അതെല്ലാം വരുന്നുണ്ട്, പ്ലേയിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വെളിയിലിരിക്കുന്ന ഇലക്ട്രോണിനെ കളയാനാണ് അകത്തിരിക്കുന്ന ഇലക്ട്രോണിനെക്കാളും എളുപ്പം എന്നുള്ളത്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത 38th ക്വസ്റ്റ്യൻ നോക്കാം. Considering the elements boron, aluminum, magnesium and potassium, the correct order of their metallic character is. ഇതിനകത്ത്
ഈ എലമെന്റ്സിന്റെ മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് മെറ്റാലിക് ക്യാരക്ടർ സാധാരണ എങ്ങനെയാണ്, നമുക്കൊരു പീരിയോഡിക് ടേബിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും മെറ്റാലിക് ക്യാരക്ടർ കുറയും. മാത്രമല്ല ഒരു ഗ്രൂപ്പിൽ മേലിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടും. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമുക്ക് തന്നേക്കുന്ന എലമെന്റ്സ് ഏതാണ്? ബോറോൺ, അലൂമിനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം. ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. നമ്മൾ ഈ എലമെന്റ്സിന് ആദ്യം പീരിയോഡിക് ടേബിൾ ലൊക്കേറ്റ് ചെയ്യുക. ഇത് സെക്കൻഡ് പീരീഡ് ആണ് കൺസിഡർ ചെയ്യുക, ഇത് തേർഡ് പീരീഡ് ആണ് കൺസിഡർ ചെയ്യുക, ഇത് ഫോർത്ത് പീരീഡ്. നമുക്കറിയാം പൊട്ടാസ്യം എന്നുള്ളത് ഫോർത്ത് പീരീഡ് എലമെന്റ് ആണ്, ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ പൊട്ടാസ്യം ഇവിടെ ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും മാക്സിമം വരുന്ന എവിടെ ആയിരിക്കും? നമ്മുടെ ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് പീരിയോഡിക് ടേബിൾ. അവിടെ ആയിരിക്കും ഏറ്റവും മെറ്റാലിക് ക്യാരക്ടർ കൂടുതലുള്ളത്. ഏറ്റവും കുറവ് എവിടെ ആയിരിക്കും? ഏറ്റവും കുറവ് അപ്പർ റൈറ്റ് കോർണർ ഓഫ് പീരിയോഡിക് ടേബിൾ. അവിടെ ഏറ്റവും മെറ്റാലിക് ക്യാരക്ടർ കുറവ്. ഓക്കെ. ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം തേർഡ് പീരീഡ് ആണ്, സെക്കൻഡ് ഗ്രൂപ്പ് ആണ്. അപ്പൊ മഗ്നീഷ്യം ഇവിടെ ആയിരിക്കും. അലൂമിനിയം തേർഡ് പീരീഡ് എലമെന്റ് തന്നെ, പക്ഷെ 13th ഗ്രൂപ്പാണ്. അപ്പൊ അലൂമിനിയം ഇവിടെ വരും, ബോറോൺ അതിന് മേലെ വരും. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും മെറ്റാലിക് ക്യാരക്ടർ വരുന്ന ആർക്കായിരിക്കും? പൊട്ടാസ്യത്തിനായിരിക്കും, പിന്നെ മഗ്നീഷ്യത്തിന്, പിന്നെ അലൂമിനിയം, പിന്നെ ബോറോൺ. ഇതായിരിക്കും നമുക്ക് വേണ്ട ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഇത് ഇങ്ങനെ വരച്ചു നോക്കണമെന്നില്ല, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയാൽ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കണ്ടെത്താം. ഓക്കെ. 39th question. Considering the elements boron, carbon, nitrogen, fluorine and silicon, the correct order of their non-metallic character is. So, ഇത് വളരെ സിമിലർ പ്രോബ്ലം ആണ്. 38th പുറത്ത് നമുക്ക് തന്നേക്കുന്ന എലമെന്റ്സ് ബോറോൺ, കാർബൺ, നൈട്രജൻ, ഫ്ലോറിൻ, സിലിക്കൺ. ഇതിന്റെ നോൺ മെറ്റാലിക് ക്യാരക്ടർ ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് നേരത്തെ തന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇത് നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. നമ്മുടെ പീരിയോഡിക് ടേബിൾ ഉണ്ട്, പോകുന്തോറും ഒരു പീരീഡ് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതോറും നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇതാണ് കൂടി വരികയാണ്. ഗ്രൂപ്പിൽ മേലും താഴോട്ട് വരുമ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറയുകയാണ്. ഇത് സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡ് എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ ആ രണ്ട് പീരീഡ് നമുക്ക് ചേർച്ചാൽ മതി. അറിയാം ബോറോൺ എന്ന് പറയുന്നത് 13th ഗ്രൂപ്പിൽ വരുന്നതാണ്. 13, 14, 15, 16, 17. ബോറോൺ ആദ്യം നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. 13th ഗ്രൂപ്പിൽ സെക്കൻഡ് പീരീഡ്. പിന്നെ 14th കാർബൺ വരുന്നുണ്ട്, 15th നൈട്രജൻ, 16th ഒരു എലമെന്റ്സ് നമുക്ക് തന്നിട്ടില്ല. പിന്നെ ഫ്ലോറിൻ വരുന്നത് 17th ഗ്രൂപ്പിൽ. ഇനി സിലിക്കോൺ വരുന്നത് 14th ഗ്രൂപ്പിൽ ഇവിടെ താഴെ, കാർബണിന്റെ താഴെ. നമുക്ക് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും മാക്സിമം എവിടെ ആയിരിക്കും? നമ്മൾ നേരത്തെ മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും കുറഞ്ഞത് എവിടെയാന്ന് പറഞ്ഞാൽ അതിന്റെ അതേ സ്ഥലത്തായിരിക്കും നോൺ മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ടോപ്പ് റൈറ്റ് കോർണറിൽ അവിടെ ആയിരിക്കും ഏറ്റവും നോൺ മെറ്റാലിക് ക്യാരക്ടർ മാക്സിമം വരുന്നത്. ഏറ്റവും നോൺ മെറ്റാലിക് ക്യാരക്ടർ നമ്മുടെ ഫ്ലൂറിൻ ആയിരിക്കും. അതിനുശേഷം നമ്മുടെ നൈട്രജൻ, പിന്നെ കാർബൺ, പിന്നെ ഡൗട്ട് വരാൻ സാധ്യതയുള്ളത് ബോറോൺ ആണോ സിലിക്കൺ ആണോ അടുത്ത് വരുന്നത്. അപ്പം അതിന്റെ ഓർഡർ ഒക്കെ നോക്കുകയാണെങ്കിൽ ബോറോൺ ആണ് സിലിക്കണേക്കാളും നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടിയ ആള്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് ഫ്ലോറിൻ, നൈട്രജൻ, കാർബൺ, ബോറോൺ, സിലിക്കൺ. അപ്പൊ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ മെറ്റൽസ് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം ലിഥിയം, സോഡിയം ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പുറത്ത് ബെറിലിയം, മഗ്നീഷ്യം ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ 3 എലമെന്റ്സ് കൺസിഡർ ചെയ്യണം: ലിഥിയം, സോഡിയം, മഗ്നീഷ്യം. നമുക്ക് മെറ്റാലിക് ക്യാരക്ടർ പീരീഡ് ഗ്രൂപ്പിന് താഴോട്ട് പോകുമ്പോൾ കൂടും നമുക്കറിയാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സോഡിയം ആയിരിക്കും ഏറ്റവും മാക്സിമം മെറ്റാലിക് ക്യാരക്ടർ, പിന്നെയാണ് മഗ്നീഷ്യം, പിന്നെ ലിഥിയം വരത്തുള്ളൂ. കാരണം മഗ്നീഷ്യം എന്ന് പറയുന്നത് ഏറ്റവും ഇച്ചിരി കൂടെ കൂടിയ മെറ്റാലിക് ക്യാരക്ടർ ഉള്ള പീരീഡിൽ വരുന്നതാണ്. പക്ഷെ ഒരു പീരീഡ് കഴിഞ്ഞിട്ടാണ് മഗ്നീഷ്യം വരുന്നത്. അപ്പൊ ലിഥിയവും മഗ്നീഷ്യം എടുക്കണോ ലിഥിയം എടുക്കണോ കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ മഗ്നീഷ്യം ആണ് എടുത്തത് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ കാർബൺ കഴിഞ്ഞാൽ പിന്നെ ബോറോൺ, സിലിക്കണും ഉണ്ട്. അപ്പൊ ബോറോൺ എടുക്കണോ സിലിക്കൺ എടുക്കണോ നമ്മൾ തീരുമാനിക്കുന്നത് എന്താ?
നമുക്കറിയാം പീരീഡിൽ മേലോട്ട് പോകുമ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുകയാണ്. അപ്പൊ ബോറോൺ കഴിഞ്ഞിട്ട് സിലിക്കൺ വരത്തുള്ളൂ. ആ ഒരു ലോജിക്കാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡറിംഗ് the elements fluorine, chlorine, oxygen, nitrogen, the correct order of their chemical reactivity in terms of oxidizing property. ഇതിനകത്ത് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയുടെ ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്? ഒരു വേറൊരു എലമെന്റിന്റെ ഇലക്ട്രോണെ കളയാൻ പറ്റുന്ന കഴിവ്, അല്ലെങ്കിൽ ആ വേറെ എലമെന്റ് ഇലക്ട്രോണെ വാങ്ങാൻ പറ്റുന്ന കഴിവ് അല്ലെ. അപ്പം ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടർ കൂടിയ ആർക്കാന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇലക്ട്രോനെഗറ്റീവ് ഓർഡറിൽ നമ്മൾ ആൻസർ എഴുതിയാൽ മതി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോനെഗറ്റീവ് ഓർഡർ പറയുകയാണെങ്കിൽ ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ഓക്സിജൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ ആണ് ഇലക്ട്രോനെഗറ്റീവ് ഓർഡർ വരുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻസിലെ ചാപ്റ്റർ. ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തുകയാണ്. താങ്ക് യു.